വിദേശത്ത് ജനിക്കുകയും ഇംഗ്ലീഷ് ഭാഷ മനസ്സിലാക്കുകയും ചെയ്തൊരു വിദേശ വനിത ഇന്ത്യൻ സംസ്കൃതിയുടെ ആഴവും പരപ്പും അല്പമൊന്ന് രുചിച്ചപ്പോൾ അതിന് വരാൻ പോകുന്ന അപജയം കണ്ടെത്തുകയും അത് ലോകത്തിന് അനിവാര്യമാണ് എന്ന് ബോധ്യപ്പെടുകയും ഇത് നശിച്ചാൽ പകരം വെക്കാനൊന്നില്ലെന്നും പകരം ഇതുപോലെണ്ണം രൂപപ്പെടുത്തിയെടുക്കാൻ പറ്റില്ലെന്നും കൃത്യമായി അറിഞ്ഞതുപോലെ പ്രതികരിച്ചിട്ടുണ്ട്. കംപ്ലീറ്റ് വർക്ക്സ് ഓഫ് സിസ്റ്റർ നിവേദിത രാമകൃഷ്ണ മിഷൻ ഇംഗ്ലീഷിൽ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത്തരമൊരു വീർപ്പുമുട്ടലിനകത്തും ഈ ഒരു പുറത്തേക്ക് പോകാനുള്ള കാമ ആസക്തി അത് പഠിക്കാൻ തുടങ്ങുന്നിടത്ത് ആ കാമാസക്തിക്ക് പരിഹാരം കണ്ടെത്തണമെങ്കിൽ പ്രായമായ ഒരാൾക്കൊരു കുട്ടിയെ അനാശാസ്യമായൊരു കാര്യത്തിന് ഉപയോഗിക്കണമെങ്കിൽ കുട്ടിക്ക് വിദ്യാഭ്യാസം ഉണ്ടാവരുത്, അയാൾക്കും വിദ്യാഭ്യാസം ഉണ്ടാവരുത്. കൃത്യമായൊരു പരിപ്രേക്ഷ്യത്തിന് വെളിയിലേക്ക് പോകാൻ വെമ്പൽ കൊള്ളുന്ന ഇന്ദ്രിയപരങ്ങളായ രാഗങ്ങൾ വളരുമ്പോൾ ലോകമെമ്പാടും അനവസ്ഥിതത്വം ഉണ്ടാവും. അച്ഛൻ്റെ നിയന്ത്രണത്തിലോ അമ്മയുടെ നിയന്ത്രണത്തിലോ അധ്യാപകൻ്റെ നിയന്ത്രണത്തിലോ ഭരണാധികാരിയുടെ നിയന്ത്രണത്തിലോ നിയമത്തിൻ്റെ നിയന്ത്രണത്തിലോ ന്യായാധിപന്മാരുടെയും നീതിപാലകരുടെയും നിയന്ത്രണത്തിലോ അല്ല മനുഷ്യൻ ഉത്തമനായിത്തീരുന്നത്, അവൻ്റെ അറിവിൻ്റെ നിയന്ത്രണത്തിൽ മാത്രമാണ്. ലോർഡ് കഴ്സൺ യൂണിവേഴ്സിറ്റി ആക്ട് കൊണ്ടുവരുമ്പോൾ ഇന്ത്യയിലെ ഒരു മതവും ഒരു നേതാവും ഒരു ബുദ്ധിജീവിയും ഒരു ആക്ടിവിസ്റ്റും അന്നുള്ളവൻ അനങ്ങിയിട്ടില്ല എന്നുള്ള ഒരു വിവാദവും ഒന്നും. ഇത്രയേറെ ദേശസ്നേഹം പറയുന്ന ഇന്ത്യയിൽ, ലോർഡ് മക്കാളെ ദാരിദ്ര്യം കാണാത്ത ഇന്ത്യയിൽ ഒരു രംഗത്തു നിന്ന് പോലും അടിസ്ഥാനപരമായ വിദ്യാഭ്യാസത്തിൽ മാറ്റം വരുത്തുന്നത് കണ്ടിട്ട് ഒരനക്കം ഉണ്ടായില്ല. പ്ലാസി യുദ്ധങ്ങളും അധികാര വടംവലികളും ദത്താപഹാര നയങ്ങളും ദത്തെടുത്ത കുഞ്ഞിനെ കുതിരപ്പുറത്ത് വെച്ച് യുദ്ധത്തിന് പോയ ഝാൻസി റാണിയുടെ ചരിത്രങ്ങളും നിറഞ്ഞു നിൽക്കുന്ന ഇന്ത്യയിൽ ഇന്ത്യയെ എന്നേക്കുമായ സാംസ്കാരിക അടിമത്തത്തിലേക്ക് വലിച്ചിഴയ്ക്കുന്ന അടിസ്ഥാനപരമായ വിദ്യാഭ്യാസ പരിണാമത്തിൽ ഒരു ബുദ്ധിജീവിയും അനങ്ങിയില്ല എന്നുള്ളത് ചരിത്രപരമായൊരു സത്യം. എന്നാൽ അനങ്ങിയില്ലേ സിസ്റ്റർ നിവേദിത മാത്രം. അവർക്കത് കാണാൻ പറ്റിയത് കൊണ്ടാണോ അതോ അവർക്ക് താരതമ്യത്തിന് വഴിയുണ്ടായിരുന്നത് കൊണ്ടാണ്. ഇംഗ്ലണ്ടിൽ വിദേശത്ത് ജനിക്കുകയും ഇംഗ്ലീഷ് ഭാഷ മനസ്സിലാക്കുകയും ചെയ്തൊരു വിദേശ വനിത ഇന്ത്യൻ സംസ്കൃതിയുടെ ആഴവും പരപ്പും അല്പമൊന്ന് രുചിച്ചപ്പോൾ അതിന് വരാൻ പോകുന്ന അപജയം കണ്ടെത്തുകയും അത് ലോകത്തിന് അനിവാര്യമാണ് എന്ന് ബോധ്യപ്പെടുകയും ഇത് നശിച്ചാൽ പകരം വെക്കാനൊന്നില്ലെന്നും പകരം ഇതുപോലെണ്ണം രൂപപ്പെടുത്തിയെടുക്കാൻ പറ്റില്ലെന്നും കൃത്യമായി അറിഞ്ഞതുപോലെ പ്രതികരിച്ചിട്ടുണ്ട്. കംപ്ലീറ്റ് വർക്ക്സ് ഓഫ് സിസ്റ്റർ നിവേദിത രാമകൃഷ്ണ മിഷൻ ഇംഗ്ലീഷിൽ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അന്നത്തെ നമ്മുടെ ബുദ്ധിജീവികളെ ശരിക്കും ഇത് തിരിച്ചറിയാഞ്ഞിട്ടല്ലല്ലോ സ്വാമിജി, ആയിരിക്കുമോ? കാമനകൾ കൂടുതലായിരുന്നതുകൊണ്ട് സ്വന്തം നിർമ്മിതമായ ഒരു അച്ചടക്കത്തിൽ ജീവിക്കുമ്പോൾ ആ അച്ചടക്കം കൊടുക്കുന്ന ഒരു വിദ്യാഭ്യാസത്തിൽ ഇരുന്നു കൊണ്ട് ഇന്ദ്രിയ പരിപ്രേക്ഷ്യത്തിലെ കാമനകൾ തുറന്നു കിട്ടുന്നില്ല എന്നുള്ളത് ഇവിടുത്തെ മതങ്ങളെയും ഇവിടുത്തെ ജാതികളെയും ഇവിടുത്തെ വർണ്ണങ്ങളെയും ഗ്രസിച്ചിരുന്നു എന്ന് മനഃശാസ്ത്രപരമായി പഠിച്ചാൽ ഇത് എളുപ്പമാണ്. അപ്പോൾ നമ്മുടെ ഒരു പൂർവിക അറിവ് എന്ന് പറയുന്നത് ഇന്ദ്രിയ ജാലങ്ങളെ മുഴുവൻ നിയന്ത്രിച്ച് തന്നിലേക്ക് കേന്ദ്രീകരിക്കത്തക്ക രീതിയിലുള്ള ഒരു അറിവിനെയാണല്ലോ വിദ്യാഭ്യാസം കൊണ്ട് നേടിയിരുന്നത്. അപ്പോൾ അത്തരമൊരു വീർപ്പുമുട്ടലിനകത്തും ഈ ഒരു പുറത്തേക്ക് പോകാനുള്ള കാമ ആസക്തി അത് പഠിക്കാൻ തുടങ്ങുന്നിടത്ത് ആ കാമാസക്തിക്ക് പരിഹാരം കണ്ടെത്തണമെങ്കിൽ പ്രായമായ ഒരാൾക്കൊരു കുട്ടിയെ അനാശാസ്യമായൊരു കാര്യത്തിന് ഉപയോഗിക്കണമെങ്കിൽ കുട്ടിക്ക് വിദ്യാഭ്യാസം ഉണ്ടാവരുത്, അയാൾക്കും വിദ്യാഭ്യാസം ഉണ്ടാവരുത്. മനസ്സിലായി. അധ്യാപകന്റെ ജീവിത നിലവാരത്തെക്കുറിച്ച് അതിൻ്റെ മോറലിനെ കുറിച്ച് ഒരു സമൂഹം ബോധമുള്ളതായിരിക്കുകയും മനസ്സിലായി അതിൻ്റെ നിയന്ത്രണങ്ങൾക്ക് വ്യക്തി വശംവദനായിരിക്കുകയും ചെയ്യുന്ന ഒരു സമൂഹത്തിൽ അത്തരം കാമനകൾക്ക് പ്രസക്തിയില്ലെന്ന് പോപ്പ് പോയി സന്ദർശിച്ചിടത്തുനിന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. കൃത്യമായൊരു പരിപ്രേക്ഷ്യത്തിന് വെളിയിലേക്ക് പോകാൻ വെമ്പൽ കൊള്ളുന്ന ഇന്ദ്രിയപരങ്ങളായ രാഗങ്ങൾ വളരുമ്പോൾ ലോകമെമ്പാടും അനവസ്ഥിതത്വം ഉണ്ടാവും.
അച്ഛൻ്റെ നിയന്ത്രണത്തിലോ അമ്മയുടെ നിയന്ത്രണത്തിലോ അധ്യാപകൻ്റെ നിയന്ത്രണത്തിലോ ഭരണാധികാരിയുടെ നിയന്ത്രണത്തിലോ നിയമത്തിൻ്റെ നിയന്ത്രണത്തിലോ ന്യായാധിപന്മാരുടെയും നീതിപാലകരുടെയും നിയന്ത്രണത്തിലോ അല്ല മനുഷ്യൻ ഉത്തമനായിത്തീരുന്നത്, അവൻ്റെ അറിവിൻ്റെ നിയന്ത്രണത്തിൽ മാത്രമാണ്. ശരിയാണ്, ശരിയാണ് സ്വാമിജി. അറിവിൻ്റെ നിയന്ത്രണത്തിൻ്റെ രേഖകൾ അറിവില്ലായ്മയുടെ സ്വാതന്ത്ര്യം കാണുമ്പോൾ പൊട്ടിച്ചെറിയാൻ വെമ്പലുള്ളൂ. അത് സ്വയം വിനാശത്തിൻ്റെ തലങ്ങളിലേക്ക് വീഴുന്നത് അറിയുകയുമില്ല. ഭാരതീയ സംസ്കൃതി ഏറ്റക്കുറച്ചിലുകളോടുകൂടി ഈ സ്വയം നിയന്ത്രിത വിദ്യാഭ്യാസത്തിൽ നിന്ന് അനിയന്ത്രിത സ്വാതന്ത്ര്യത്തിലേക്കുള്ള വഴിമാറ്റത്തിന് വഴിതെളിക്കപ്പെട്ടത് യൂണിവേഴ്സിറ്റി ആക്ടിൻ്റെ ആഗമനത്തോടുകൂടിയാണ്. അതാണ് മൗലികമായിട്ടുള്ള ഒരു ഇടപെടൽ എന്ന് പറയുന്നത്. തീർച്ചയായും മക്കാളയുടെ വിദ്യാഭ്യാസം തുടർന്നു വന്ന യൂണിവേഴ്സിറ്റി ആക്ട്.